അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 3 ചോദ്യങ്ങൾ നമ്മൾ ഇമാം ജോൺ എഡറിന് കൊടുത്തിരുന്നു. അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ആ മൂന്നാമത്തെ ചോദ്യം അത് ആണ് തക്കിയ. തക്കിയ എന്ന് പറയുന്നത് ഈ മനസ്സിനകത്ത് ഒളിപ്പിച്ച് വെച്ച് വേറെ എന്തെങ്കിലും കാണിക്കുക, അതായത് കളവ് പറയുക, കളവ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് ചതിക്കുക. ഇതാണ് തക്കിയയുടെ ആൾക്കാർ ഉദ്ദേശിക്കുന്ന മീനിങ്. പലരും കമൻറ്റിൽ തക്കിയ ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ന് ആക്ഷേപിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി എന്താണ് ഈ തക്കിയ? ഈ ചോദിക്കുന്ന ആൾക്കാർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും എന്താണ് ഈ തക്കിയ എന്നുള്ളത്. എവിടെയോ വായിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗത്തിൽ ഈ ഇസ്ലാമിനെ വെറുക്കുന്ന വിദ്വേഷമുള്ള ആൾക്കാരാരെങ്കിലും പറഞ്ഞു കാണും, അത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ് തക്കിയ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ തക്കിയയുടെ ഒറിജിനൽ മീനിങ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും അപകടങ്ങൾ മുമ്പിൽ കണ്ടിട്ട് ആ അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാൻ നോക്കുന്ന ഇതിനാണ് അത് തക്കിയ എന്ന് പറയുക. അതായത് നമ്മൾ എന്തെങ്കിലും ആ സമയത്ത് നമുക്കൊരു അപകടം സംഭവിക്കാൻ പോകുന്നു, ആ അപകടത്തിൽ നിന്ന് ഒഴിയുക, അപ്പോൾ അതാണ് തക്കിയ. ഇവിടെ ഈ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനകത്ത് 2 വലിയ ഫാക്ഷൻസ് ഉണ്ട്, രണ്ട് വലിയ വിഭാഗങ്ങൾ. ഒന്ന് സുന്നി ഇസ്ലാം, പിന്നെ ഒന്ന് ഷിയ ഇസ്ലാം. ഓക്കെ, സുന്നി ഇസ്ലാമാണ് ലോകത്തിൽ 80% ഉള്ളത്. സുന്നി ഇസ്ലാമാണ്. ഇന്ത്യയിലും മൊത്തം സുന്നി ഇസ്ലാമാണ്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ UP ലക്നൗവിൽ പോയാൽ അവിടെ ഷിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ 90% അല്ലെങ്കിൽ 80% ലോകത്തിൽ സുന്നി ഇസ്ലാമാണ്. മറ്റത് ബാക്കി 20% ഷിയ ഇസ്ലാമാണ്. ഇവിടെ ഖുർആനിൽ ഒരു സംഭവം, ഖുർആൻ ബേസ് ചെയ്ത് നമുക്ക് പറയാവുന്നത്, സൂറ നമ്പർ 16 ആയ നമ്പർ 106, 16-106 പടച്ചവൻ ഒരു കാര്യം പറഞ്ഞു. അതായത് ഇസ്ലാമിൽ വന്ന് തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് പണിഷ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ആഖിറത്തിൽ പടച്ചവൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞ് അതായത് ഇവിടെ ഈ ഇസ്ലാമിൽ നിന്ന് വിട്ടു പോകുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. പക്ഷേ അത് ആരെങ്കിലും നിർബന്ധിച്ച് ജീവിതം, അതായത് കൊല്ലാൻ വരുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സെപ്ഷനാണ്, അതിന് തെറ്റില്ല എന്നുള്ള രീതിയിലാണ് 16-106 എന്നുള്ള ആയത്ത്. അതായത് ആരെങ്കിലും കൊല്ലാൻ വരികയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് നീ മുസ്ലിമാണോ, ഞാൻ കൊല്ലാൻ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ നമ്മൾ ജീവൻ രക്ഷിക്കാൻ നമ്മൾ അതാണ് തക്കിയ അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി അപ്പം ഈ സമയത്ത് ഈ മക്കയിൽ ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആൾക്കാരെ ക്ഷണിച്ച് ആൾക്കാർ ഓരോന്നായിട്ട് ഇസ്ലാമിലേക്ക് വരുന്ന സമയം, വളരെ തുടക്കം, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ് അമ്മാർ എന്ന് പറയുന്ന ഒരു കമ്പാനിയൻ്റെ അവരുടെ വാപ്പയും ഉമ്മയും, യാസറും പിന്നെ സുമയ്യ, ഈ 2 പേരും അമ്മാറിൻ്റെ പേരൻസാണ്. ഇവർ പുറത്തുനിന്ന് യമനിൽ നിന്നുള്ള ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് ഇവിടെ മക്കയിൽ താമസിച്ചിരുന്നെങ്കിലും മക്കയിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടോ ഒന്നുമില്ല. അവർ മക്കയിൽ വിത്തൗട്ട് സപ്പോർട്ട് ആയിരുന്നു. ഓക്കെ, ആ സമയത്ത് ഫാമിലി ബാക്കിങ്, ഗോത്രത്തിൻ്റെ ബാക്കിങ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഗോത്രം നമ്മുടെ പുറകിലില്ല എങ്കിൽ പിന്നെ ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ ഈ അമ്മാറിൻ്റെ വാപ്പ ഉമ്മ അവർ മുസ്ലിം ആയപ്പം അവരെ വളരെയധികം ഈ അബൂജഹലും ഇസ്ലാമിൻ്റെ വളരെ വലിയ ശത്രുക്കൾ ഖുറൈശി തലവന്മാർ ഇവരെ പിടിച്ച് ആക്രമിച്ച് ഇവരെ 2 പേരെയും അമ്മാറിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് കൊന്നു. സുമയ്യയുടെ ഗുഹ്യസ്ഥാനത്ത് ഈ കുന്തം കയറ്റി അങ്ങനെയാണ് സുമയ്യയെ കൊന്നത്. ഓക്കെ, പിന്നെ അമ്മാറിൻ്റെ ഫാദറിൻ്റെ നെഞ്ചത്ത് ചവിട്ടി അദ്ദേഹത്തിന് അങ്ങനെ കൊന്നു. ഈ 2 പേരും ഈ കൊല്ലുന്നത് അമ്മാർ മകൻ നോക്കി നിൽക്കുന്ന സമയത്താണ്. മകനെയും കെട്ടിയിരിക്കുകയാണ്, മകനും നോക്കി നിൽക്കുകയാണ്. അങ്ങനെ മകൻ്റെ അടുത്ത് വന്നപ്പം മകൻ പേടിച്ചു. കാരണം ചെറിയ പ്രായമുള്ള ആളാണ്, വളരെ പ്രായം കുറഞ്ഞ ആളാണ്.
അപ്പോൾ അമ്മാർ പറഞ്ഞില്ലല്ല, ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഞാൻ പിന്നെ വിഗ്രഹാരാധകനാണ്, ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ അവിടെ വെച്ച് ഒളിപ്പിച്ചു. കാര്യം മുമ്പിൽ കണ്ടത് ഇതാണ്, ഇവരുടെ പാരൻസിന് രണ്ടുപേരെയും കൊന്നും. അത് കൊന്നു എന്ന് മാത്രമല്ല, ആ കൊന്ന രീതി അത്രയ്ക്ക് ഭയങ്കര പിന്നെ ടെറർ ഉണ്ടാക്കുന്ന, പേടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ യാസർ അമ്മാർ അങ്ങനെ പറഞ്ഞു. ഓക്കെ, അതിന് ആസ്പദമാക്കിയിട്ടാണ് ഈ ആയത്ത് വന്നത്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെങ്കിൽ അത് നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് ആയത്ത് വന്നത്. അപ്പോൾ ഇതാണ് സുന്നി ഇസ്ലാമിന് ആകെ അറിയാവുന്ന തക്കിയ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ നമ്മൾ ആരും ചിലപ്പം പറഞ്ഞു പോകും, ചെയ്തു പോകും. ഇത് പറഞ്ഞിട്ട് ഇമാം പറഞ്ഞൊരു കാര്യം, എത്രയോ മുസ്ലിങ്ങൾ ഈ ക്രിസ്തീയ റോമൻ ഭരണകൂടത്തിൻ്റെ ആക്രമണത്തിന് എതിരായിട്ട് നിന്നിട്ട്, അതായത് ദീൻ മാറാതെ ഉറച്ചു നിന്ന് അവരുടെ കയ്യിൽ നിന്ന് അക്രമം ഏറ്റുവാങ്ങി മരിച്ച ആൾക്കാരുണ്ട്. അതായത് ഒരു ചേഞ്ചും കൊണ്ടുവരാതെ, ഒരു ചേഞ്ചും കാണിക്കാതെ ഞാൻ മുസ്ലിമാണ്, കൊന്നോ എന്ന് പറഞ്ഞ രീതിയിൽ നിന്നിട്ട് മരിച്ച ആൾക്കാരുണ്ട്. റോമൻ സാമ്രാജ്യത്തിനെതിരായിട്ട്, അതുപോലെ തന്നെ പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരായിട്ട്, പിന്നെ മംഗോളിനെതിരായിട്ട്, ഇതൊക്കെ ഉറച്ചു നിന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇസ്ലാം അതിന് ഇപ്പം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതിൽ ഇസ്ലാം എതിര് പറയുന്നില്ല, ഇസ്ലാം നോ പറയുന്നില്ല. പക്ഷെ അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. പക്ഷേ ഈ ഷിയ ഇസ്ലാം എന്ന് പറയുന്ന അവരുടെ അവിടെ ഈ തക്കിയ എന്ന് പറയുന്ന സംഗതി വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയം കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യത്തെ ഖലീഫയാണ്. രണ്ടാമത്തെ ഖലീഫായിരുന്നു ഉമർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉസ്മാൻ്റെ സമയത്ത് കലാപങ്ങൾ തുടങ്ങി. ഉസ്മാനെ ആൾക്കാർ കൊന്നു. ഓക്കെ, അത് കൊന്ന ശേഷം പിന്നെ അടുത്ത് കയറിയത് അലിയാണ്, നാലാമത്തത്. അപ്പം അലി കയറിയപ്പം, അലി ഖലീഫ ആയ ശേഷം അവിടെ ഈ അലി ഒരിക്കലും പറഞ്ഞില്ല, അതായത് ഞാനായിരിക്കണമായിരുന്നു ആദ്യത്തെ ഖലീഫ. കാരണം പ്രവാചകൻ്റെ സൺ ഇൻ ലോ ആണ്, മകളുടെ ഹസ്ബൻഡാണ്, മരുമകനാണ് അലി. അപ്പം അലിയെ സ്നേഹിക്കുന്ന ആൾക്കാർ, പ്രവാചകനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, അവർ പറഞ്ഞുണ്ടാക്കി അലി ആയിരുന്നു ആദ്യത്തെ ഖലീഫ ആകേണ്ടിയിരുന്നത്. അലി മിണ്ടാതെ ഇരുന്നു. ഈ അബൂബക്കറും ഉമറും ഉസ്മാനും ഖലീഫ ആയപ്പം അലി മിണ്ടാതിരുന്നു. കാരണം അലി തഖിയ ചെയ്തു എന്ന് പറയും. തഖിയ എന്ന് വെച്ചാൽ അലിക്ക് അറിയാമായിരുന്നു അലിക്കാണ് ആകേണ്ടിയിരുന്നത്, പക്ഷേ അലി തഖിയ കാണിച്ചിട്ട് മിണ്ടാതിരുന്നു എന്ന് അവർ പറഞ്ഞുണ്ടാക്കി. അത് ഷിയ മുസ്ലിം വിഭാഗക്കാർ പറഞ്ഞുണ്ടാക്കി. അങ്ങനെയാണ് അവരുടെ ഇടയിൽ തഖിയ എന്ന് പറയുന്ന സംഗതി അവിടെ പ്രബലമായി വരുന്നത്. പിന്നെ അതുകൂടാതെ ഈ എവിടെയൊക്കെ ഇസ്ലാമിക ഇവരുടെ ഈ ഷിയ ഇസ്ലാമിൻ്റെ കുറേ ആചാരങ്ങളും കാര്യങ്ങളും സുന്നി ഇസ്ലാമിൻ്റെ കാര്യങ്ങളായിട്ട് കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പം അവിടെയൊക്കെ എവിടെയൊക്കെ ഇങ്ങനെ ഒരു ഫ്രിക്ഷൻ വരുന്നോ അവിടെയൊക്കെ ഇവർ ഷിയ ആണെന്നുള്ള ഒളിപ്പിച്ച് വെച്ചു. അത് തക്കിയ എന്നുള്ള ഇതിൽ, അതായത് നമ്മൾ നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള പുറമെ ബാഹ്യമായി കാണിക്കാനായിട്ട് അത് ഉള്ളിലുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചു. തക്കിയ എക്സസൈസ് ചെയ്യാണ്, തക്കിയ പ്രാക്ടീസ് ചെയ്യാണ് എന്ന് പറഞ്ഞ് ഒളിപ്പിച്ച് വെച്ചു. ഇമാം ഖുമൈനി പിന്നെ പാരീസിൽ നിന്ന് ഇവിടെ വന്ന് ഇറാനിൽ വന്ന് ഭരണം ഏറ്റെടുത്തപ്പം ഇമാം ഖുമൈനി അനൗൺസ് ചെയ്ത് ഇന്ന് തക്കിയ ബാൻഡാണ്, തക്കിയ ഇന്നുകൊണ്ട് തീർന്നിരിക്കുന്നു എന്ന് ഇമാം ഖുമൈനി പറഞ്ഞു. ഇതൊക്കെ ഇമാം ജോൺ എഡറർ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ കാണാം. അപ്പം ബേസിക്കലി സുന്നി ഇസ്ലാമിന് തക്കിയ എന്ന് പറഞ്ഞ സംഗതി നമുക്ക് അങ്ങനെ സംഗതി കേട്ടിട്ടുമില്ല, നമുക്ക് അറിയാനും വയ്യ. അതർ ദാൻ ഈ ഡേഞ്ചറസ് സിറ്റുവേഷൻ, ലൈഫ് ആൻഡ് ഡെത്തിൻ്റെ സിറ്റുവേഷൻ വരുമ്പം അവിടെ ഇറ്റ് ഈസ് അപ് ടു അസ്, ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി അനുസരിച്ചാണ്. അല്ലാതെ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ആരെ കണ്ടാലും കള്ളം പറയുക, അത് ഇസ്ലാമിലുള്ള സംഗതിയല്ല. അത് ഖുറാന് വിരുദ്ധമാണ്, ഹദീസിന് വിരുദ്ധമാണ്, എല്ലാത്തിനും വിരുദ്ധമാണ്. അത് ഈ പഴി ചാരുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, ലൈസൻസ് ഒന്നുമില്ല, കമൻ്റ് ഇട്ട് അങ്ങ് പോവാം. പക്ഷെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നേരെ ചൊവ്വെ പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിലില്ല. ഇസ്ലാം സത്യത്തിനും, അതായത് സത്യസന്ധതയ്ക്കും വേണ്ടി വളരെയധികം
വെയിറ്റ് നൽകുന്ന, അതിനെ അഡ്വൈസ് ചെയ്യുന്ന, അത് എൻഫോഴ്സ് ചെയ്യാൻ പറയുന്ന, പഠിപ്പിക്കുന്ന ഒരു ദീനാണ് പിന്നെ ഇസ്ലാം. അപ്പം ഇത് മൂന്നാമത്തെ ചോദ്യമായിരുന്നു തഖിയ എന്താണെന്നുള്ളത്. തഖിയക്കുള്ളൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 വീഡിയോ നിങ്ങൾ പോയി നോക്കുക ഇൻഷാ അല്ലാ. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാ. ഈ ഇമാമിൻ്റെ ഇമാം ജോണിൻ്റെ ഇസ്ലാമിലേക്ക് വന്ന കഥ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൽ അറിയിക്കും ഇൻഷാ അല്ലാ. നിങ്ങൾ അധികം ആൾക്കാർ ഇത് അറിയിക്കുകയാണെങ്കിൽ 10, 15, 30 ആൾക്കാരോ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാ നമ്മുടെ ഇമാമിൻ്റെ അടുത്ത് പറയാം. ഇമാമിൻ്റെ ഇസ്ലാമിലേക്കുള്ള വന്ന വഴി എന്താണ്, എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.